ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ദ വിൻഡ്സ് ഓഫ് ചേഞ്ചിലെ പോമാണ് സക്സസ്. ഇത് എഴുതിയിരിക്കുന്നത് അമേരിക്കൻ പോയറ്റായ ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോയാണ്. അബൌട്ട് ദ ഓഥർ എന്ന് ആദ്യം നോക്കാം. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ, born on 27th February 1807, was an American poet and educator. He became a professor at Bowdoin College and later at Harvard College after studying in Europe. അദ്ദേഹം അമേരിക്കൻ പോയറ്റും എഡ്യൂക്കേറ്ററുമായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറുമാണ്. ഹിസ് ഫസ്റ്റ് മേജർ പോയട്രി കളക്ഷൻസ് വെയർ വോയിസസ് ഓഫ് ദി നൈറ്റ് ആൻഡ് ബാലഡ്സ് ഓഫ് ദി അതർ പോയംസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആദ്യകാലങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് പോയട്രി കളക്ഷൻസ് ആണ് വോയിസസ് ഓഫ് ദി നൈറ്റ് ആൻഡ് ബാലഡ്സ് ആൻഡ് അതർ പോയംസ്. He became perhaps the most popular American poet of his day. He died on 24th March 1882. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ അമേരിക്കൻ പോയറ്റായിരുന്നു. നമുക്ക് പോയത്തിലേക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കോട്ടിംഗ് തന്നിട്ടുണ്ട്. ഐ ആം എ ഡ്രീമർ. ഐ ഹാവ് ടു ഡ്രീം ആൻഡ് റീച്ച് ഫോർ ദ സ്റ്റാർസ്. ആൻഡ് ഇഫ് ഐ മിസ് എ സ്റ്റാർ then I grab a handful of clouds. മൈക്ക് ടൈസൻ്റെ ഒരു കോട്ടിംഗ് ആണ്. ഐ എം എ ഡ്രീമർ. ഞാനൊരു സ്വപ്നജീവിയാണ്. ഞാനൊരു സ്വപ്നം കാണുന്ന ആളാണ്. ഐ ഹാവ് ടു ഡ്രീം ആൻഡ് റീച്ച് ഫോർ ദ സ്റ്റാർസ്. ഞാൻ നക്ഷത്രങ്ങളെ കയ്യിലെടുക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ എത്തിച്ചേരുന്നതിനെ പറ്റിയാണ് ഡ്രീം ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഐ മിസ് എ സ്റ്റാർ ദെൻ ഐ ഗ്രാബ് എ ഹാൻഡ്ഫുൾ ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ ഞാൻ എപ്പോഴും നക്ഷത്രങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ, അഥവാ എനിക്ക് അവിടെ എത്താനായില്ലെങ്കിലും മേഘങ്ങളെങ്കിലും എൻ്റെ കയ്യിൽ പിടിക്കാമല്ലോ. അപ്പോൾ നമ്മളിവിടെ പറയില്ലേ, വളരെ ഏറെ ആഗ്രഹിച്ചാലേ അതിൻ്റെ പകുതിയെങ്കിലും ലഭിക്കുമെന്ന്. അതുതന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് പോയത്തിലേക്ക് പോകാം. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. We have not wings. നമുക്ക് ചിറകുകളില്ല. We cannot soar. soar എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുക. ഒരു പക്ഷിയെ പോലെ ഉയരത്തിൽ പറക്കുന്നതിനാണ് soar എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിറകുകളില്ലാത്തതിനാൽ തന്നെ നമുക്ക് ഉയരത്തിൽ പറക്കാനും കഴിയില്ല. But we have feet to scale and climb. പക്ഷേ നമുക്ക് കാലുകളുണ്ട്. ചിറകുകളില്ലെങ്കിലും നമുക്ക് കാലുകളുണ്ട്. To scale and climb. To scale and climb എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കാലുകൾ വെച്ച് ഉയരങ്ങൾ കീഴടക്കാൻ നമുക്ക് കാലുകളുണ്ട്. By slow degrees, by more and more, the cloudy summits of our time. അത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു കയറ്റമല്ല. ബൈ സ്ലോ ഡിഗ്രീസ്, കുറച്ച്. ബൈ മോർ ആൻഡ് മോർ, ഓരോ ദിവസവും കൂടി വന്ന് ദ ക്ലൗഡി സബ്മിറ്റ്സ് ഓഫ് അവർ ടൈം. അങ്ങനെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്, പീക്ക്, ഏറ്റവും ഉയരത്തിൽ. അങ്ങനെ പതുക്കെ നമ്മൾ ഉയരങ്ങളുടെ ആ ഒരു മേഘം കീഴടക്കും. അതായത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരു സക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ചിലർ വിചാരിക്കും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ഭാഗ്യം സംഭവിച്ചു, അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരു വിജയത്തിലെത്തിയതാണെന്ന്. ഒന്നുമല്ല, കൃത്യമായ ആസൂത്രണത്തോടെ ഓരോ ദിവസവും അവർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ, ഓരോ ദിവസവും എന്ന് വെച്ചാൽ അനേകം വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ ആ സക്സസ്സിലെത്തുക. അപ്പോൾ ഒരാളുടെ വിജയത്തിന് പിന്നിൽ അനേക വർഷത്തെ ഒരു ഹാർഡ് വർക്കുണ്ട്, അനേക വർഷത്തെ ഒരു കഠിനാധ്വാനം ഉണ്ട്. അപ്പോൾ ഒരാൾക്കും ഒറ്റ ദിവസം കൊണ്ട് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ മെസ്സേജ്. അപ്പം നമുക്ക് ചിറകുകളില്ലെങ്കിലും നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന കാലുകൾ നമുക്ക് ഉണ്ട്. അങ്ങനെ പതുക്കെ നമ്മൾ വിജയത്തിൻ്റെ കൊടുമുടി കയറും. The mighty pyramids of stone that wedge like cleave the desert is, when nearer seen and better known, are but gigantic flights of stairs. The mighty pyramids of stone. mighty എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള, വളരെ ശക്തിമാനായ ഒരു പിരമിഡ്സ്. അത് പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പടത്തിലൊക്കെ. ഈജിപ്തിലെ പിരമിഡ്സിനെ പറ്റി സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പം പിരമിഡ് എന്ന് പറയുന്നത് കല്ലിൽ ഉയർത്തിയ വലിയ കോട്ട പോലുള്ളതാണ്. ദാറ്റ് വേർഡ്സ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് ഇയേഴ്സ്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം വളരെ വീതി കുറഞ്ഞും മറ്റേ ഭാഗം വീതിയിലും ത്രികോണാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണം. അത് മിക്കവാറും ഈ തടിമില്ലിലൊക്കെ അവർ തടി ഇങ്ങനെ അകത്തി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അതിനെ നമ്മൾ മലയാളത്തിൽ ആപ്പ് എന്ന് പറയും. അപ്പോൾ അതാണ് വെഡ്ജ്.
അപ്പോൾ ഈ പിരമിഡ്സിൻ്റെ പിക്ചർ നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതിന് ഏകദേശം ആ ഒരു വെഡ്ജിനോട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ വലിയ മണൽക്കാറ്റുകളാണ് മരുഭൂമിയിൽ ഉണ്ടാവുക. ആ മരുഭൂമിയിലെ മണൽക്കാറ്റിൽ, ക്ലീവ് എന്ന് പറഞ്ഞാൽ വിടവ്, ഒരു സ്പ്ലിറ്റ്, അതാണ് ക്ലീവ്. അപ്പം മരുഭൂമിയിലെ ആ മണൽക്കാറ്റിൽ ഒരു വെഡ്ജിനെ പോലെ നമുക്ക് മുന്നിൽ ഈ പിരമിഡ്സ് തെളിഞ്ഞു വരും. അപ്പം വളരെ അകലെ നിന്ന് നമുക്ക് തോന്നും അതൊരു ഒരു വെഡ്ജാണ് ആ കാറ്റിനകത്ത് നിൽക്കുന്നതെന്ന്. അത് കുറച്ചും കൂടി അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് അതൊരു പിരമിഡാണെന്ന് മനസ്സിലാകുക. ആ പിരമിഡ് വളരെ വലിയതാണ്. നമുക്ക് അപ്പോൾ അകലെ നിന്ന് തോന്നും ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിനെ കീഴടക്കാൻ പറ്റുമോ, ഇതിൽ കയറാൻ പറ്റുമോ, അങ്ങനെ നമുക്ക് സംശയം തോന്നും. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും കൂടുതൽ അറിയുമ്പോഴും നമുക്ക് എന്ത് മനസ്സിലാവും? ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ആ പിരമിഡിൻ്റെ പുറഭാഗം മുഴുവൻ വളരെ വലിയ സ്റ്റെപ്പുകളുണ്ട്. അതായത് അങ്ങ് മുകളറ്റം വരെ കയറാനുള്ള സ്റ്റെപ്പുകൾ അതിലുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും. വളരെ അകലെ നിന്ന് നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തെപ്പറ്റി ആലോചിക്കുമ്പോഴും നമുക്കതൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് തോന്നും. പക്ഷേ നമ്മളതിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമുക്ക് അതിനുള്ള വഴികളും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനുള്ള വഴികളും തുറന്നു വരും. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും, ഏതൊരു വലിയ സക്സസ്സിലേക്കുള്ള കാര്യമാണെങ്കിലും പതുക്കെ പതുക്കെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുൻപിൽ കൂടുതൽ വഴികൾ തുറന്നു കിട്ടും. Then the distant mountains that appear, their solid bastions of the skies, are crossed by pathways that appear as we to higher levels rise. The distant mountains that appear എന്ന് പറഞ്ഞാൽ raise up. Their solid bastions of the skies. ബാസ്റ്റിയൻ എന്ന് പറയുന്നത് കോട്ടയാണ്. അപ്പോൾ ആകാശത്തിൻ്റെ വലിയ കോട്ടകൾ പോലെ നിൽക്കുന്ന വലിയ പർവ്വതങ്ങളൊക്കെ അകലെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കോട്ട പോലെ തോന്നും പ്രകൃതിയുടെ. അപ്പോൾ ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്. അപ്പോൾ ആ ഒരു വലിയ കോട്ട പോലെ തോന്നിക്കുന്ന ആ പർവ്വതങ്ങൾ വളരെ അകലെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറാൻ പറ്റും, ഇതൊക്കെ നമുക്ക് അസാധ്യമാണെന്ന്. പക്ഷെ നമ്മൾ കുറച്ച് അത് കയറി കഴിയുമ്പോൾ അതിനു മുമ്പ് അതിലെ പോയവരുടെ ആ ഒരു വഴികൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അതല്ലെങ്കിൽ ആർ ക്രോസ്ഡ് ബൈ പാത്വേസ്, അതിലൂടെ പോകാനുള്ള വഴികൾ നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികൾ പോലും ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ചില മനുഷ്യരെങ്കിലും കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടുമുടിയും അങ്ങനെ നമുക്ക് പ്രാപ്യമല്ലാത്തതായിട്ട് ഇല്ല. അതല്ലെങ്കിൽ എല്ലാ കൊടുമുടികളും നമുക്ക് പ്രാപ്യമാണ്. നമുക്ക് എല്ലാ പർവ്വതങ്ങളെയും കീഴടക്കാനുള്ള ശക്തി നമ്മുടെ കാലുകൾക്കുണ്ട്. The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. The heights by great men reached. വളരെ ഉയരത്തിൽ, ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിയ ധാരാളം മനുഷ്യരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ച ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യർ വിചാരിക്കും അവർക്ക് അത് പെട്ടെന്ന് ഉണ്ടായ ഒരു ഭാഗ്യമാണ്, അതല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ലഭിച്ചതാണ് ഇവിടെ നിന്നെങ്കിലും എന്ന് വിചാരിക്കും. ആൻഡ് കെപ്റ്റ് വെയർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. പക്ഷേ അതൊന്നും അവർക്ക് പെട്ടെന്ന് ലഭിച്ചതല്ല. പക്ഷെ എങ്ങനെയാണ്? ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻ സ്ലെപ്റ്റ്, അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ അടുപ്പമുള്ളവരൊക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ, വെയർ ടോയിലിംഗ് അപ്വാർഡ് ഇൻ ദി നൈറ്റ്. ടോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഹാർഡ്, വളരെ കഠിനാധ്വാനം. അപ്പം ഈ വലിയ ആൾക്കാരൊക്കെ ആ നിലയിലെത്തിയത് അവരുടെ കമ്പാനിയൻസ് അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ അവർ രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അതായത് രാവും പകലും അവർ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് അവർ ഉയരത്തിലെത്തിയത്. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പെട്ടെന്നൊരു ദിവസം ഒരു സക്സസ് ഉണ്ടാവില്ല. അതുതന്നെയല്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്ന വഴിയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് പടിപടിയായി നമ്മൾ ആ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരുക. നമുക്ക് വളരെ അകലെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പിരമിഡ്സ് കണ്ടതുപോലെയും അല്ലെങ്കിൽ ആ ഒരു പർവ്വതം കണ്ടതുപോലെയും ഒക്കെ
ഇതൊക്കെ അപ്രാപ്യമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ വളരെ അടുത്ത് അതിനെ അറിയുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് നമുക്ക് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ നമുക്കത് കീഴടക്കാനുള്ള വഴികളും മുന്നിൽ തെളിഞ്ഞു വരും. അതാണ് ഈ പോയത്തിൻ്റെ മെസ്സേജ്.